കണ്ണു നമ്പൂതിരി, ഞാൻ പറഞ്ഞ കാര്യം അന്വേഷിച്ചോ? മിഥുന്റെ ജാതകം നോക്കാൻ പറഞ്ഞിട്ട്. ഒക്കെ നോക്കി അരുണിമാമേ, പക്ഷേ നിങ്ങൾ വിചാരിച്ച പോലെ തന്നെയാ കാര്യങ്ങള്. കണ്ണൻ നമ്പൂതിരി എന്താ പറഞ്ഞു വരുന്നത്? സത്യമാണ് അരുണിമാമേ, വളരെ അടുത്ത് തന്നെ മിഥുന് ഒരു യാത്രാഖണ്ഡമുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് മിഥുനെ പുറത്തേക്കെങ്ങും പറഞ്ഞയക്കാതിരിക്കുന്ന നല്ലത്. ഞാൻ എന്നാ പോയിട്ട് വരട്ടെ. വരട്ടെ സാറേ. ഇപ്പൊ മതിയായോ? ഞാൻ വിചാരിച്ചോട്ട് എത്തിയില്ലേ കാര്യങ്ങള്? ഇനിയിപ്പൊ എന്താ ചെയ്യ ഭഗവാനെ? പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് കൊക്കയിലേക്ക് എറിഞ്ഞ പോലെയാ. രണ്ടുപേരെയും ഒന്നിച്ച് ഹണിമൂൺ ആഘോഷിക്കാൻ പറഞ്ഞയച്ചിരിക്കുന്നു. ഇപ്പൊ ഹണിമൂണിന് പകരം സഞ്ജയനെ നടത്തേണ്ട അവസ്ഥയാണല്ലോ. എന്റെ കുഞ്ഞിനെ കൊന്നു തിന്നാൻ ഇറങ്ങിയതാണോ നിങ്ങള്? അരുണിമേ, അവൻ നിന്റേത് മാത്രമല്ല എന്റെയും കൂടി മോനാണെന്ന് ഓർക്കണം. അവന്റെ ജീവനും ജീവിതത്തിനും ഒരു അപകടം ഉണ്ടാകരുതെന്ന് തന്നെയാണ് എന്റെയും ആഗ്രഹം. അവന്റെ നന്മ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിൽ ടിക്കറ്റ് എടുത്തു കൊടുത്ത് അവനെ മരണത്തിലേക്ക് പറഞ്ഞയക്കില്ലായിരുന്നു. ഇപ്പൊ എന്റെ കുഞ്ഞ് എവിടെയാണോ എന്തോ ഈശ്വര, അവനോട് തിരിച്ചു വരാൻ പറയണം. ഹലോ 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 മിഥുൻ. മിഥുൻ, അരുണിമേച്ചി എന്താ ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നേ? മോൻ യാത്ര പോകുന്നിടത്ത് വെച്ച് അപകടം ഉണ്ടാവുന്നല്ലേ ആ കണ്ണൻ നമ്പൂതിരി പറഞ്ഞിട്ട് പോയത്. പെറ്റതള്ളക്ക് അത്രയെങ്കിലും വിഷമം ഉണ്ടായില്ലെങ്കിലല്ലേ അതിശയിക്കേണ്ടതുള്ളൂ. അതൊക്കെ ശരിയാ, പക്ഷെ ആ അപകടത്തിനിടയ്ക്ക് മിഥുൻ എന്തെങ്കിലും പറ്റിയാലോ? ആന്റി, നമ്പൂതിരി ആ യാത്രക്കിടയ്ക്ക് മിഥുൻ അപകടം ഉണ്ടാവോന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ അയാൾക്കറിയാത്ത മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ആ അപകടം മിഥുന് നേരെയല്ല, മേഘനയ്ക്ക് നേരെയാ. ആ കണ്ണൻ നമ്പൂതിരിയുടെ പ്രവചനവും നമ്മുടെ കൊട്ടേഷൻ ടീമിന്റെ പ്രകടനവും ബാലൻസ് ഷീറ്റിൽ ടാലിയായി എന്നുള്ളതാ. എന്നുവെച്ചാ ആ നമ്പൂതിരി പറഞ്ഞ അപകടം നമ്മുടെ റൗഡീസ് കാരണമാണോ ഉണ്ടാവാൻ പോകുന്നത്? എക്സാക്ട്ലി ആന്റി. അതിരിക്കട്ടെ, ആ റൗഡികളെ കൊണ്ട് ഇതൊക്കെ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഇത്തവണ അറേഞ്ച് ചെയ്ത റൗഡീസ് ഒട്ടും സാധാരണക്കാരല്ല. വാക്ക് പറഞ്ഞാൽ അതേപടി പാലിക്കും. കൊല്ലും കൊലയും ചോരയും കൊണ്ട് ജീവിക്കുന്നവരാ. കൊന്ന് കൊടൽമാല പുറത്തെടുക്കാതെ അവരടങ്ങിയിരിക്കില്ല. വേണമെങ്കിൽ കണ്ടോ, പണം വലിച്ചെറിഞ്ഞ ഏതറ്റം വരെ പോകാനും മടിക്കാത്തവരാ. മഞ്ജരി, നീ ഈ ചെയ്യുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മുള്ളുകമ്പി വലിച്ചൊരു സാരി എടുക്കുന്ന ഇടപാടാ നീ കാണിക്കുന്നത്, പറഞ്ഞേക്കാം. അപകടം പിടിച്ച വഴിയിലൂടെയാ നിന്റെ സഞ്ചാരം. ഇത് നിന്നെ ഏത് കുഴി കൊണ്ടുപോയി ചാടിക്കുമെന്ന് പറയാൻ പറ്റില്ല. മോം പ്ലീസ്, എനിക്ക് ഈ ഉപദേശങ്ങളൊന്നും കേൾക്കാനുള്ള മൂഡില്ലിപ്പോ. ഇവിടെ എന്റെ ജീവിതം തന്നെ കോഞ്ഞാട്ടായി കിടക്കുമ്പോഴാ എന്നോട് കാണിച്ച ചതിക്ക് എണ്ണി എണ്ണി എനിക്ക് പ്രതികാരം ചെയ്യണം. അല്ലെങ്കിൽ എന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടില്ല. മമ്മിക്ക് എന്റെ മനസ്സിന്റെ വേദന മനസ്സിലാവാത്തോണ്ടാ പ്രതികാരത്തിന് മാത്രമേ അതിനെ തണുപ്പിക്കാനാവൂ. എന്റെ വഴി ഞാൻ നോക്കിക്കോളാം. ദയവ് ചെയ്ത് ആരും എന്റെ കാര്യത്തിൽ ഇടപെടാതിരുന്ന മാത്രം മതി. ആ മേഘനയും മിഥുനും എന്റെ മുമ്പിൽ സുഖമായി ജീവിക്കരുത്. അതിന് വേണ്ടുന്നതെല്ലാം ഞാൻ ചെയ്യും. അവളെ കൊന്നിട്ടാണെങ്കിൽ സാരമില്ല, മിഥുൻ എനിക്ക് കിട്ടണം. അതിനേത് വഴി ഞാൻ സ്വീകരിക്കും. മമ്മിക്ക് ഇതൊന്നും കണ്ടു നിൽക്കാനാവുന്നില്ലെങ്കിൽ ദയവ് ചെയ്ത് വീട്ടിലെങ്ങാനും പോയി സമാധാനമായിട്ടിരുന്നോ.
ഈ സിഗ്നലിന് എന്താ പറ്റിയത്? സാറേ ഇവിടെ സിഗ്നലൊന്നും കിട്ടില്ല സാറേ. എത്ര പൊക്കി പിടിച്ചിട്ടും കാര്യമൊന്നുമില്ല. ആരെ വിളിക്കാനാ മിഥുനേട്ടാ ശ്രമിക്കുന്നേ? കുറച്ചു മുമ്പ് മോൻ വിളിച്ചില്ലായിരുന്നു. അറ്റൻഡ് ചെയ്തപ്പോഴേക്കും കട്ടായി. അപ്പൊ ഒന്ന് തിരിച്ചു വിളിക്കാന്ന് വിചാരിച്ചു. എന്നാലും കാറ് ഡ്രൈവ് ചെയ്തോണ്ടിരുന്നപ്പോ മിഥുനേട്ടൻ എന്തിനാ ഫോണ് ലിഫ്റ്റ് ചെയ്തേ? എത്ര വലിയ അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടെ. അതിനാർക്കും ഒന്നും പറ്റിയില്ലല്ലോ മേഘനെ. പിന്നെ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? പേടിക്കാതിരിക്കുന്നത് എങ്ങനെയാ? തലനാരിഴയ്ക്കാ രക്ഷപ്പെട്ടത്. എന്തോ വലിയ അപകടം വരുന്നുണ്ടെന്ന് മനസ്സിൽ എന്തൊക്കെയോ ദുസൂചനകൾ ഉണ്ടാവുന്നു. ഈ യാത്ര നമുക്കവിടെ അവസാനിപ്പിച്ചിട്ട് വീട്ടിലേക്ക് ഇപ്പൊ തന്നെ തിരിച്ചു പോയാൽ എന്താ മിഥുനേട്ടാ? മേഘനെ, നമ്മുടെ കാറൊന്ന് പഞ്ചറായെന്നല്ലേ ഉള്ളൂ. ഇത് അപകടമൊന്നുമല്ല. ഇനി ഇതൊരു സൂചനയാണെങ്കിലോ? എന്റെ മേഘനെ, നീ ഇങ്ങനെ വെറുതെ കാട് കയറി ചിന്തിക്കാൻ നിൽക്കല്ലേ. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ആ ഫാം ഹൗസിൽ എത്താൻ പറ്റുന്നേ. നീ ഇപ്പൊ ഒന്നും ചിന്തിക്കണ്ട. എവിടേക്കാ പോകുന്നു സാറേ? ആ ഫോറസ്റ്റ് അവന്യൂ റിസോർട്ടില്ലേ, അവിടേക്കാ പോകുന്നേ. അവിടേക്കാണോ പോകുന്നേ? ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് ശരിയല്ല സാറേ. അതെന്താ, എന്തു പറ്റി? നേരെ സന്ധ്യ ആകാറായില്ലേ സാറേ. കാടിന്റെ നടുവിലൂടെയാ പോണ്ടേ. ഇടയ്ക്കിടയ്ക്ക് അവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങും. വഴിയെങ്ങാനും ഒന്ന് തെറ്റിയ ജീവന് തന്നെ അപകട. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളല്ലേ? വേഷം പോലും മാറിയിട്ടില്ല. ഈ സമയത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ അപകടം വരുത്തണോ? താൻ ആദ്യ പഞ്ചറൊട്ടിക്ക്. വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ. വേഗം തീർക്കാൻ നോക്ക്. പഞ്ചർ ഒട്ടിച്ചു കഴിഞ്ഞു. താങ്ക് യു സാർ. മേഘനെ, കേറ്. ഒരു മിനിറ്റ് മിഥുനേട്ടാ, പ്ലീസ് മിഥുനേട്ടാ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാം. അവൻ പറഞ്ഞത് മനസ്സിൽ വെച്ചിട്ടാണോ പറയുന്നത്? ഇങ്ങനെ വഴിയെ പോകുന്നവരൊക്കെ പറയുന്നത് കേൾക്കാൻ നിന്നാ നമുക്കൊരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്താനാവില്ല. മാത്രല്ല മേഘനെ, നമ്മൾ രണ്ടും സന്തോഷിക്കാൻ വേണ്ടിയാ ഡാഡി ഇത്രയും കഷ്ടപ്പെട്ട് നമ്മളെ ഇങ്ങോട്ട് അയച്ചത്. അതിനിടയ്ക്ക് നീ എന്താ ഓരോ അന്ധവിശ്വാസങ്ങളുടെ കഥയും പറഞ്ഞ് മൂഡ് ഓഫ് ആക്കുന്നേ? നീ വന്നേ, വേഗം കാറി കയറാൻ നോക്ക്. അല്ല മിഥുനേട്ടാ, എന്റെ മനസ്സ്. മേഘനെ, നിന്നോട് കാറി കയറാനാ പറഞ്ഞേ. ചെല്ലേ. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ ഫോൺ കട്ടായി പോയി. എന്നിട്ട് അവനോട്ട് തിരിച്ചു വിളിച്ചതുമില്ല. ജേട്ടാ, എന്റെ മനസ്സിൽ എന്തോ വലിയ പേടി തോന്നുന്നു. അരുണിമേ, നീ ഇങ്ങനെ പേടിച്ച് എന്റെ ബി പിയും കൂടെ കൂട്ടല്ലേ. നിക്ക്, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവനെ.
എന്തായി ജയേട്ടാ? അവന്റെ ഫോൺ റിങ് ചെയ്യുന്നുണ്ടോ? ഇല്ല അരുണിമേ, സിഗ്നൽസ് ഇല്ലാത്ത സ്ഥലത്തെങ്ങാണ്ട. ഛേ, ഈ റൗഡികളുടെ കാര്യം കഴിഞ്ഞതും ഫോൺ ചെയ്യാന്ന് പറഞ്ഞിരുന്നതാ. വിളിച്ചിട്ടോട്ട് എടുക്കുന്നുമില്ല, തിരിച്ചിട്ട് വിളിക്കുന്നുമില്ല. പോരാത്തതിന് നോട്ട് റീച്ചബിൾ എന്നാ വരുന്നത്. അരുണിമേ, അത് ഫോറസ്റ്റ് ഏരിയ അല്ലേ, അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽസ് കട്ടാവും. അവര് ഫാം ഹൗസിൽ എത്തിക്കഴിഞ്ഞാൽ സിഗ്നൽസ് കിട്ടിക്കോളും. ജയേട്ടാ, ജയേട്ടനൊന്ന് ഫാം ഹൗസിലേക്ക് വിളിച്ചു നോക്കിക്കേ. ശരി. ഒരു കാരണവശാലും അവർ ഫാം ഹൗസിൽ എത്തില്ലെന്ന് ഉറപ്പാ. അതിനു മുമ്പ് അവരുടെ കാര്യം ആ റൗഡികൾ നോക്കിക്കോളും. സാറും മാഡം ഇതുവരെ എത്തിയിട്ടില്ല സാർ. അവര് വരാൻ വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നേ. അത് ശരി, ഇതുവരെ അവരെത്തിയില്ലേ? ഇല്ല സാറേ, അവരങ്ങ് എത്തിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഫോൺ വിളിച്ച് പറഞ്ഞോളാം. എന്തു പറ്റി ജയേട്ടാ? അവരിതുവരെ ഫാം ഹൗസിലേക്ക് എത്തിയിട്ടില്ല എന്നാ പറയുന്നത്. അതെന്തേട്ടാ അങ്ങനെ? ഇവിടുന്ന് പുറപ്പെട്ടിട്ട് ഒത്തിരി നേരമായല്ലോ. അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ അവര് ഫാം ഹൗസിൽ എത്തേണ്ടതായിരുന്നു. എത്തിയിട്ടില്ലെങ്കിൽ എന്തോ പ്രശ്നമുണ്ടാവും. ഈ ചെറുക്കൻ്റെ ഒരു കാര്യം വീട്ടിലുള്ളവരെ കുറിച്ച് ഓർക്കുന്നില്ലല്ലോ. ഒരു വഴിക്ക് പോയ പിന്നെ ആ വഴിക്ക. നിന്റെ മോന്റെ കാര്യം നിനക്ക് ഇന്നൊന്നില്ലേ അറിയാവുന്നല്ലോ. ദീർഘദൂര യാത്രയല്ലേ, ഇടയ്ക്ക് വെച്ചെങ്ങാനും കാറ് ബ്രേക്ക് ഡൗൺ ആയതോ ഭക്ഷണം കഴിക്കാൻ നിർത്തിയ പോലെ ആകാലോ. എന്നാ പിന്നെ നമുക്കൊന്ന് ഫാം ഹൗസിൽ പോയാലോ ഏട്ടാ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എവിടെയാണെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിക്കുക. നീ കുറച്ചു നേരം ഒന്ന് അടങ്ങിയിരിക്കരുന്നേ. അവര് ഫാം ഹൗസിൽ എത്തിയാൽ ഉടനെ വിളിച്ച് പറയാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. മഞ്ജരി, ആ റൗഡികൾക്ക് എന്താ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആന്റി, ഡോണ്ട് വെറി. വേറെ ഒന്നും കൊണ്ടല്ല മഞ്ജരി, മേഘനെ അവരെ ആക്രമിക്കുമ്പോ മിഥുൻ അതും കണ്ട് കൈയും കെട്ടി മാറി നിൽക്കില്ല, അവരെ എതിർക്കാൻ നോക്കൂ. വേറെ വഴിയില്ലെന്നായ അവര് കാലും കൈയും തല്ലി ഓടിക്കും. മിഥുനെ ഒന്നും ചെയ്യരുതെന്ന് നീ പ്രത്യേകം അവരോട് സൂചിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ? അയ്യോ ഇല്ല ആന്റി, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ മേഘനയുടെ ഫോട്ടോ മാത്രമേ അവർക്ക് കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മേഘനയെ മാത്രമേ അവർ തല്ലോ കൊല്ലോ ഒക്കെ ചെയ്യുള്ളൂ. ഓ എന്റെ പൊന്നു മഞ്ജരി, നിന്നെ കൊണ്ട് ഞാൻ തോറ്റുട്ടോ. മേഘനയെ കൊല്ലാനാന്ന് പറഞ്ഞ് നീ ആളെ അയച്ചിട്ട് ഇപ്പൊ മിഥുനും അത് അപകടമാവുമല്ലോ. അല്ലെങ്കിൽ തന്നെ ജാതക ദോഷമുള്ള കുട്ടിയാ. കാലത്ത് വന്ന തിരുമേനിയും പറഞ്ഞതാ. പ്രിയംവത് പറഞ്ഞത് നീ കാര്യമായിട്ട് എടുക്കണോടാ. മിഥുന് വല്ലതും പറ്റിയ ഈ ചെയ്യുന്നതിന് വല്ല അർത്ഥമുണ്ടോ? കൊലയ്ക്ക് കൊടുക്കാനാണോ നീ അവനെ സ്നേഹിച്ചതും പുറകെ നടക്കുന്നത്? എന്റെ മഞ്ജരി, എന്തിനാ മോളെ ഇത്തരം വയ്യാവേലികള്? പറഞ്ഞാ കേൾക്കൂല്ല നീ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആർക്കും ഒരിടത്തും എത്താൻ പറ്റില്ലെന്നുള്ളത് നീ ഒരിക്കൽ മനസ്സിലാക്കും. എടുത്തു ചാടിയുള്ള നിന്റെ ഈ സ്വഭാവം മാറ്റിയാൽ മാത്രമേ കാര്യങ്ങൾ നന്നാവൂ. ഇല്ല മോം, മിഥുൻ എന്തെങ്കിലും സംഭവിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച ആ റൗഡികളോട് കാര്യം പറയാം. സിഗ്നല് കിട്ടുന്നില്ലല്ലോ മമ്മി. കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും നമ്മൾ ഇവിടെ തന്നെ എത്തിയോ? 1 മണിക്കൂറായിട്ട് നമ്മൾ ഇവിടെ തന്നെ വട്ടടിച്ചോണ്ടിരിക്കാം ഇതിനേട്ടാ. വഴി ഏതാന്ന് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഒന്ന് ചോദിക്കാന്ന് വെച്ചാ ഒരു പൂച്ചയെ പോലും കാണുന്നില്ല. മിഥുനേട്ടാ, ഇനി ആ ഫാം ഹൗസിനെ കുറിച്ച് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല. വന്ന വഴിയെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോവാ. ഇത്രയും ദൂരം എത്തിയ ശേഷം തിരിച്ചു പോവാന്നൊക്കെ പറഞ്ഞാ മിഥുനേട്ടാ, എനിക്കിതെന്തോ നല്ല പേടിയാവുന്നു. വഴിയൊട്ട് അറിയുന്നുമില്ലല്ലോ. എന്തൊക്കെയോ ദുർനിമിത്തങ്ങള്. ഇതിലും ഭേദം വീട്ടിലേക്ക് പോകുന്ന തന്നെയാ. ശരി മേഘനെ, നമുക്ക് പോവാം.
ആ മേഘനെ, ഒരു വണ്ടി വരുന്നുണ്ട്. ഇവിടുത്തുകാരാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ ഫാം ഹൗസിലേക്കുള്ള വഴി ചിലപ്പോൾ അവർക്ക് അറിയായിരിക്കും. എക്സ്ക്യൂസ് മീ, ഇവിടെ ഫോറസ്റ്റ് അവന്യൂ എന്ന് പറഞ്ഞൊരു ഫാം ഹൗസ് ഉണ്ടായിരുന്നു. അവിടേക്കുള്ള വഴി അറിയോ? ആ ഫാം ഹൗസ് എവിടെയാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷെ എന്റെ ഫാം ഹൗസ് ഇവിടെ അടുത്ത് തന്നെ ഉള്ളത്. എന്താ, അങ്ങോട്ടേക്ക് പോയാലോ? ഈ തണുപ്പത്ത് നിനക്ക് കെട്ടിപ്പിടിക്കാൻ നിന്റെ പെണ്ണുണ്ട്. പക്ഷെ ഞങ്ങൾക്കാരുമില്ലല്ലോ. നമുക്ക് അവളെ ഷെയർ ചെയ്താലോ? അനാവശ്യം പറഞ്ഞ നാവ് ഞാൻ പിഴുതെടുക്കും. ഇനി അതെല്ലാം ഞങ്ങൾക്ക് തോന്നിയതേ ഞങ്ങൾ ചെയ്യുന്നാണെങ്കിൽ ഒരടി നീ മുമ്പോട്ട് വെച്ച കാലേ വാരിഞ്ഞ് നിലത്തടിക്കും. എന്നാ ഒന്ന് കാണട്ടടാ. നീ വിളിച്ചിട്ടല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നീ പറഞ്ഞിട്ടല്ല കാറിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ നീ പറയുമ്പോ തന്നെ അങ്ങോട്ട് പോണോ? നമ്മൾ വന്നതിന്റെ ഉദ്ദേശം ഇവർക്ക് അറിയില്ലല്ലോ ഏട്ടാ. മിഥുനേട്ടാ, നമുക്ക് പോയേക്കേട്ടൻ വന്നേ. നീ അവിടെ നിൽക്കും മേഘനെ. ഇവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുള്ളൂ. ഡാ, നിന്നെ ഞങ്ങൾക്ക് വേണമെന്നില്ല. നീ ഇവിടെ നിന്ന് വയ്ക്കോ, ഇവിടെ ഞങ്ങൾ നോക്കിക്കോളാം. വെറുതെ വഴക്കിന് നിൽക്കാതിരിക്കാൻ നല്ലത്. അല്ലെങ്കിൽ നീ എന്നെ മൂകിക്കരുത്. മിഥുനേട്ടാ, ഞാൻ പറയുന്നത് കേക്കേട്ടാ. വെറുതെ വഴക്കിന് പോകുന്ന എന്തിനാ? നമുക്ക് നമ്മുടെ വഴിയെ പോവാം. മര്യാദയ്ക്ക് മാറടാ. മാറാൻ വേണ്ടിയല്ല വന്നേ, അവളുടെ ഒപ്പം ഒന്ന് കൂടാൻ വേണ്ടി വന്നത്. മേഘനെ, ചേട്ടാ ചേട്ടാ, ദേ അവർ ഓടിപ്പോന്നു. എവിടെ പോകാനാടാ? ഇന്ന് അവളുടെ മരണം എന്റെ കൈ കൊണ്ടാ. പിടിക്കവളെ. മഞ്ജരി, എന്താ ഇപ്പോഴും കോള് പോകുന്നില്ലേ? ഇല്ല ആന്റി. മോളെ മഞ്ജരി, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ നിനക്ക്? മോം, കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മോം? അല്ലെങ്കിൽ തന്നെ ടെൻഷനില്ല ഞാൻ. എന്നെ ടെൻഷൻ വെറുതെ കൂട്ടരുതേ. ആന്റി, ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഇവരെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ? ജോലി ഏൽപ്പിച്ചിട്ട് ദൂരെ വിളിച്ചോളും. ഹലോ ഡാ, പണി കഴിഞ്ഞതും വിളിക്കാന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് എന്താ ഇതുവരെ ഫോൺ ചെയ്യാനേ? മാഡം, ഞാൻ ഫോൺ ചെയ്യണമെങ്കിൽ ആദ്യം കാര്യം കഴിയണം. എന്ത്? അപ്പൊ ഇതുവരെ ഒന്നും ചെയ്തില്ലേ? എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ചോളാം. ഹലോ ഹലോ, ഡാ, ഒന്ന് പെട്ടെന്ന് വാടാ. മുഴുവൻ കേൾക്കുന്നതിന് മുമ്പ് ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചപ്പോഴാണെങ്കിൽ ഒട്ടും എടുക്കുന്നുമില്ല. മഞ്ജരി, പ്രിയംവദ പറഞ്ഞതുപോലെ ആ റൗഡികളും മിഥുനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മള് പിന്നെ എന്താ ചെയ്യാ?